ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഉടൻ നാണക്കേട് തോന്നിത്തുടങ്ങും എന്ന പ്രസ്താവനയെ തുടർന്നുണ്ടായ വിവാദവും അതിനോടുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ശക്തമായ പ്രതികരണവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഭാഷാപരമായ മേൽക്കോയ്മ, വിദ്യാഭ്യാസ അവസരങ്ങൾ, സാമൂഹിക സമത്വം എന്നിവയെക്കുറിച്ചുള്ള ദീർഘകാല സംവാദങ്ങളെ ഈ സംഭവം വീണ്ടും മുൻനിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അമിത്ഷായുടെ പ്രസ്താവനയെ പലരും ഹിന്ദി ഭാഷയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒന്നായിട്ടാണ് കണ്ടത്. പ്രാദേശിക ഭാഷകളെയും ഹിന്ദിയെയും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രസ്താവനയെന്ന് BJP പക്ഷം വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രസ്താവന ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിനോട് ഒരുതരം നിരുത്സാഹപ്പെടുത്തൽ സൃഷ്ടിക്കുമെന്നും അതുവഴി ആഗോള അവസരങ്ങൾ തേടുന്നതിൽ ഇന്ത്യൻ യുവജനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. ഇത് രാജ്യത്തിന്റെ ഭാഷാ വൈവിധ്യത്തെ ഇല്ലാതാക്കാനും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുമുള്ള ശ്രമമാണെന്ന വിമർശനങ്ങളും ഉയർന്നു. അമിത്ഷായുടെ പ്രസ്താവനയോട് രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ വീഡിയോയിലൂടെയും അതിശക്തമായി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലെ പ്രധാന ആശയങ്ങൾ ഇങ്ങനെയാണ്. ഇംഗ്ലീഷ് ഭാഷയെ അദ്ദേഹം ഒരു അണക്കെട്ടായല്ല, മറിച്ച് ഒരു പാലമായാണ് വിശേഷിപ്പിച്ചത്. ഇത് അറിവിലേക്കും അവസരങ്ങളിലേക്കും ലോകത്തിലേക്കും നീളുന്ന ഒരു പാലമാണെന്ന് അദ്ദേഹം വാദിച്ചു. ഭാഷാപരമായ തടസ്സങ്ങൾ ഇല്ലാതാക്കി എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ നൽകുന്നതിൽ ഇംഗ്ലീഷ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിക്കുന്നത് നാണക്കേടല്ല, മറിച്ച് ശക്തിയാണ് എന്ന് രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറഞ്ഞു. ആഗോളതലത്തിൽ മത്സരിക്കാനും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ നേടാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇംഗ്ലീഷ് സഹായിക്കുന്നുണ്ട്. ഇന്നത്തെ ലോകത്ത് മാതൃഭാഷയോടൊപ്പം തന്നെ ഇംഗ്ലീഷും പ്രധാനമാണെന്ന് അദ്ദേഹം വാദിച്ചു. BJP RSS ദരിദ്രരായ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇംഗ്ലീഷ് പഠിക്കുന്നത് അവരെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രാപ്തരാക്കുമെന്നും ഇത് ഭരണകൂടത്തിന് അസ്വീകാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇംഗ്ലീഷ് പഠനത്തിലൂടെ സാധാരണക്കാർക്ക് ശാക്തീകരണം ലഭിക്കുമെന്നും അത് സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇംഗ്ലീഷ് ഒരു ചങ്ങലയല്ല, മറിച്ച് ചങ്ങലകൾ പൊട്ടിക്കാനുള്ള ഉപകരണമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദാരിദ്ര്യത്തിന്റെയും അവസരമില്ലായ്മയുടെയും ചങ്ങലകളെ തകർത്ത് മുന്നോട്ട് വരാൻ ഇംഗ്ലീഷ് ഭാഷാ പഠനം സഹായകമാകുമെന്നാണ് ഈ പ്രസ്താവനയുടെ കാതൽ. ഇംഗ്ലീഷിന് പ്രാധാന്യം നൽകുമ്പോഴും ഇന്ത്യയിലെ ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ ആത്മാവും സംസ്കാരവും അറിവുമുണ്ടെന്നും അവയെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും രാഹുൽ ഗാന്ധി ഊന്നി പറഞ്ഞു. ഇത് ഇംഗ്ലീഷിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രാദേശിക ഭാഷകളെ അവഗണിക്കുന്നതിന് തുല്യമല്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി തന്റെ വാദങ്ങളെ ബലപ്പെടുത്തുന്നതിനായി ഒരു വീഡിയോയും പങ്കുവച്ചു. ഈ വീഡിയോയിൽ വാട്ടൺ സ്കൂൾ, യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ, ഓക്സ്ഫോർഡ്, ഹാർവാർഡ്, യേൽ തുടങ്ങിയ ലോകോത്തര വിദേശ സ്ഥാപനങ്ങളിൽ പഠിച്ച BJP നേതാക്കളുടെ ഒരു ലിസ്റ്റ് അദ്ദേഹം പ്രദർശിപ്പിച്ചു. ഈ നേതാക്കൾ സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും വിദേശത്ത് പഠിക്കാൻ വിടുമ്പോൾ സാധാരണക്കാരോട് ഇംഗ്ലീഷ് പഠിക്കേണ്ടെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. RSS മേധാവി മോഹൻ ഭാഗവത് താൻ ഒരിക്കലും ഇംഗ്ലീഷ് ഉപയോഗിക്കില്ലെന്ന് പറയുന്ന ക്ലിപ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. BJP മന്ത്രിമാരെ നോക്കൂ, അവരെല്ലാം ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്നു. ഇംഗ്ലീഷ് ഒരു ആയുധമാണ്. ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പോകാം. അമേരിക്കയിലെത്താം, ജപ്പാനിൽ, നിങ്ങൾക്ക് എവിടെയും പോകാം, ഏത് കമ്പനിയിലും ജോലി ചെയ്യാം. ഇംഗ്ലീഷ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമായിരിക്കും, കാരണം അത് നിങ്ങളെ എവിടെയും കൊണ്ടുപോകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ വാക്കുകൾ ഇംഗ്ലീഷിന്റെ ആഗോള പ്രാധാന്യത്തെയും അതൊരു വ്യക്തിക്ക് നൽകുന്ന അവസരങ്ങളെയും അടിവരയിടുന്നുണ്ട്. ഈ ഭാഷാ വിവാദം കേവലം രാഷ്ട്രീയപരമായ ഒരു തർക്കത്തിനപ്പുറം സാമൂഹികവും സാമ്പത്തികവുമായ നിരവധി മാനങ്ങളുള്ള ഒന്നാണ്. ഇംഗ്ലീഷ് ഭാഷാ വിദ്യാഭ്യാസം ഇപ്പോഴും ഇന്ത്യയിൽ പലപ്പോഴും സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രം പ്രാപ്യമായ ഒന്നാണ്. സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠനം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്നും ഈ വിവാദം ആവശ്യപ്പെടുന്നുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം തൊഴിലവസരങ്ങൾ നേടുന്നതിനും മികച്ച ശമ്പളം ലഭിക്കുന്നതിനും നിർണായകമാണ്. വിവര സാങ്കേതിക വിദ്യ, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾ തുടങ്ങിയ മേഖലകളിൽ ഇംഗ്ലീഷ് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇംഗ്ലീഷിനെ നിരുത്സാഹപ്പെടുത്തുന്നത് ഈ മേഖലയിലെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. ലോക രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്താനും വ്യാപാര സാംസ്കാരിക ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇംഗ്ലീഷ് ഒരു പൊതുഭാഷയായി വർത്തിക്കുന്നുണ്ട്. ഇംഗ്ലീഷിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നത് ഇന്ത്യയുടെ ആഗോള ബന്ധങ്ങളെയും സ്വാധീനത്തെയും ബാധിച്ചേക്കാം. ഇംഗ്ലീഷ് ലോകമെമ്പാടുമുള്ള അറിവിന്റെയും സംസ്കാരത്തിന്റെയും ഒരു വാതിലാണ്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, സാഹിത്യം, കല തുടങ്ങിയ മേഖലകളിലെ പുതിയ അറിവുകൾ ആഗോളതലത്തിൽ ഇംഗ്ലീഷിലൂടെയാണ് പ്രചരിക്കുന്നത്. ഇംഗ്ലീഷ് പഠനം ഈ അറിവുകൾക്ക് സാധാരണക്കാർക്ക് പ്രാപ്യമാക്കാൻ സഹായിക്കും. ഇംഗ്ലീഷിനെ എതിർക്കുന്നത്, പ്രത്യേകിച്ചും ലോകമൊരു ആഗോള ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത്, ഇന്ത്യയുടെ പുരോഗതിക്ക് തടസ്സമാകുമെന്ന് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നുണ്ട്. പ്രാദേശിക ഭാഷകളെ സ്നേഹിക്കുകയും അവയെ പരിപോഷിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആഗോള അവസരങ്ങൾ നേടിയെടുക്കാൻ സഹായകമാകുന്ന ഇംഗ്ലീഷിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്.
ഭാഷാ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക സമത്വം എന്നിവയെല്ലാം പരിഗണിക്കണം. ഹിന്ദിയെ ഒരു ദേശീയ ഭാഷയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെ ഇംഗ്ലീഷിന്റെ പ്രായോഗിക പ്രാധാന്യം അവഗണിക്കാനാകില്ല. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത് ഒരു പുരോഗമന സമൂഹത്തിന്റെ ആവശ്യകതയാണ്. ഈ വിവാദം ഭാഷാപരമായ ഉൾക്കൊള്ളലിനും അവസര സമത്വത്തിനും വേണ്ടിയുള്ള ഒരു സംവാദത്തിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. ഭാവി ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ ഈ സംവാദങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കും.